ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് അൽസ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ കാസർഗോഡെല്ലാം അൽസ എന്നാണ് പറയല്, വേറെ നാട്ടിലെല്ലാം അലീസ എന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഗോതമ്പ് നന്നായി കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ച ഗോതമ്പാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും ഞാനത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കൻ്റെ ബോൺലെസ് പീസ് ഒരു പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളിയുടെ കഷ്ണം. ഗോതമ്പ് ഞാനൊരു 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. 3 അല്ലി ചതച്ച വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കണം. എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒരു വേവാനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഗോതമ്പ് നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ സോക്ക് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ. പിന്നെ അത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വേവാൻ വെക്കാം. ഇതിപ്പോൾ ഒരു 5-6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ അതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആഡാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് ഞാൻ അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നന്നായി അരക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഗ്രാമ്പും പട്ടയും എടുത്ത് മാറ്റണം, എന്നിട്ടേ അരക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഒരു തള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് നെയ്യിൽ വറുത്തെടുക്കണം. അപ്പോൾ അതാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. വേണ്ട ആൾക്ക് ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ഉള്ളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ്. അണ്ടിപ്പരിപ്പ് നന്നായി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി വറുത്തെടുത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ അൽസയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി സൂപ്പർ അൽസയാണിത്. ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. കാസർഗോഡ് സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റൂല, ഇതെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ഇതിന് മീത്തെ ആവശ്യമുള്ളവർ പഞ്ചസാരയിട്ട് കഴിക്കുക. പഞ്ചസാരയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.